ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്ന കിങ് ലയർ എന്ന മൂവിയുടെ റിവ്യൂ പറയാനായിട്ടാണ്. ഈ മൂവിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. സിദ്ദീഖും ലാലും ഒരുമിച്ച് 22 വർഷത്തിന് ശേഷം ചെയ്യുന്ന ഒരു മലയാളം മൂവി എന്നൊരു സ്പെഷ്യാലിറ്റി ഇതിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്പെക്റ്റേഷൻസ് ഈ മൂവിക്ക് ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ പടത്തിൽ മെയിൻ കാസ്റ്റിംഗ് ദിലീപ് ആൻഡ് മഡോണ സെബാസ്റ്റ്യൻ. ഇനി പടത്തിൻ്റെ പ്ലോട്ട് എന്തെന്ന് ചോദിച്ചാൽ, ഈ പടത്തിൽ ദിലീപ് ഒരു കള്ളൻ്റെ വേഷം അല്ലെങ്കിൽ ഒരു ഫ്രോഡിൻ്റെ വേഷമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. പല പല വേഷങ്ങൾ, പല പല നെയിംസിൽ കഥ മുന്നോട്ട് പോകുന്നു. പിന്നെ ഒരു ദിവസം ഈ പടത്തിലെ നായികയെ കണ്ടുമുട്ടുന്നു. നായിക ഒരു ഫാഷൻ ഡിസൈനറാണ്. പിന്നെ നായികയെ ലവ് ചെയ്യാൻ നോക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഈ പടത്തിലെ നായികയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നു. അപ്പം പിന്നെ സത്യൻ എന്ന ദിലീപ് ക്യാരക്ടർ എങ്ങനെ ആ ലവ് തിരിച്ചു പിടിച്ചു എന്നതാണ് ഈ പടത്തിൻ്റെ റെസ്റ്റ് ഓഫ് ദ സ്റ്റോറി. ദിലീപ് യൂഷ്വലി ഇതിൻ്റെ കോമിക്കൽ ടൈമിങ്സ് ഒക്കെ നന്നാക്കിയിട്ടുണ്ട്. എങ്കിൽ കൂടി ദിലീപ് അവിടെയും ഇവിടെയും കുറച്ച് ഓവർ ആക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ പടത്തിൽ അഞ്ജലിയുടെ ക്യാരക്ടർ മഡോണ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കാസ്റ്റിംഗ് നോക്കുകയാണെന്ന് വെച്ചാൽ അവരും തെറ്റില്ലാതെ ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് കണ്ടിരിക്കാം. കാരണം ഇതിലെ കോമിക്കൽ സീൻസും റൊമാൻറ്റിക്കൽ എലമെൻസും കൊണ്ട് ഈ പടം ഒരുവിധം ആൾക്കാരെ അല്ലെങ്കിൽ പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സെക്കൻഡ് ഹാഫ് ബോറിംഗ് ആയിരുന്നു ആൻഡ് ആവറേജ് ആയിരുന്നു. ഒന്നുമില്ല, എൻ്റർടൈൻ ചെയ്യാൻ ഒന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇനി പടത്തിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സിലോട്ട് വരാം. ഈ പടത്തിൻ്റെ സിനിമോട്ടോഗ്രാഫർ ആൽബി ഇതിൻ്റെ വിഷ്വലൈസേഷൻ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈവൻ ദോ ഈ പടത്തിൽ ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ ഇതിൻ്റെ എഡിറ്റിംഗ് മോശമാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പക്ഷേ ഈ പടത്തിൻ്റെ എഡിറ്റർ രതീഷ് നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഈ പടത്തിൽ സോങ്സ് കമ്പോസ് ചെയ്തിരിക്കുന്ന അലക്സ് പോളാണ്. അത്ര എഫക്റ്റീവും അല്ല, എന്താ പറയുക, എനിക്കത്ര എഫക്റ്റീവായിട്ട് ഈ പടത്തിൽ തോന്നിയില്ല. പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ദീപക് ദേവ് ഒരുവിധം നന്നായി ചെയ്തിട്ടുണ്ട്. ഇനി ഈ പടത്തിൽ വലിയൊരു നെഗറ്റീവ് പോയിന്റ് കൂടി ഉണ്ട്. കാരണം ഇതിൻ്റെ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് കുളമാക്കിയിട്ടുണ്ട്. മഡോണ സെബാസ്റ്റിനെ മേക്കപ്പിൽ കുളിപ്പിച്ചിട്ട് ഒരു ഭൂതത്തെ പോലെ ആക്കിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത് നിങ്ങൾക്ക് പലർക്കും മൂവി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മൈ വെർഡിക്റ്റ് ടു ദ മൂവി 22 കൊല്ലത്തിന് ശേഷം സിദ്ദീഖും ലാലും ചെയ്തൊരു പടമാണ്. പക്ഷേ ആ എക്സ്പെക്റ്റേഷൻ കീപ്പ് ചെയ്യാൻ ഈ പടത്തിന് ആയിട്ടില്ല. ഒരു ആവറേജ് മൂവി എന്നതിനപ്പുറം ഈ മൂവിക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതെന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും അവിടെയും ഇവിടെയും കണ്ടു കഴിഞ്ഞ റോൾസ്, ക്യാരക്ടർ അനലൈസേഷൻ, സെയിം കോമിക്സ് എന്നതൊക്കെയാണ് ഒരു റീസൺ എന്ന് വേണമെങ്കിൽ പറയാം. പടം തിയേറ്ററിൽ പോയി കാണാമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇക്കാര്യം നിങ്ങൾക്ക് വിട്ടുതരുന്നു. ദിലീപിൻ്റെ ഫാൻസാണ് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോയി കാണാം. ഇല്ലാത്തവർ ഇത് പടം കാണണോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. I'll give 2 out of 5 for this movie. See you until next time. Naveen KN signing.